പ്രായമായി, കാമവികാരങ്ങളൊക്കെ അറ്റു. ഇനി ഈ ശരീരത്തെ എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. അതുവരെ വേണ്ടുന്ന ആഹാരം വേണം, വസ്ത്രം വേണം, ഒന്ന് കിടന്നുറങ്ങണം. ഉപദ്രവകരമല്ലാത്ത ആ പ്രായം ചെന്നവരുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളിൽ തൻ്റെ ഇച്ഛയെ, സ്വേച്ഛയെ മാറ്റിവെച്ച പരേച്ഛയിലേക്കുയർന്ന് ആ പരേച്ഛയിൽ പ്രവർത്തിച്ച് ശീലിച്ച് താൻ പ്രായമെത്തുമ്പോഴേക്ക് ആഗ്രഹങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക് മാറി ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു പരിശീലനമുള്ള ഗാർഹസ്ഥ്യം. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടു, ചെറുപ്പക്കാരും എഴുതിയിരിക്കുന്നത്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാലാണ് നമ്മൾ ചെറുപ്പക്കാർക്ക് ജനാധിപത്യത്തിൽ ഒന്ന് മത്സരിക്കാൻ അവസരം കിട്ടുക. അതായത് വൃദ്ധന്മാർ പെട്ടെന്ന് മണ്ണടിഞ്ഞു പോയാലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇവരെ കൊണ്ടുപോയി വല്ല രോഗത്തിനും അഡ്മിറ്റ് ചെയ്താൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇവൻ ചത്തുപോവുകയോ ബോധമില്ലാതാകുകയോ ചെയ്യും. അപ്പോഴേ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. കാരണം ഈ കിളവന്മാരൊന്നും കസേരയിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന്. 80, 70, 90 ആയിട്ടും കിടന്ന് പരസ്പരം പുലഭ്യം പറഞ്ഞ് മത്സരിക്കുകയാണെന്ന്. അതെ സ്വാമിജി, സ്വന്തം അണികളുടേതാണ് ശബ്ദം. ഒരു മേഖലയിൽ നിന്ന് കേട്ടുള്ളൂ എന്ന് തോന്നുന്നു. എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് സംഭവം എന്ന് തോന്നുന്നു. തീർച്ചയായും സ്വാമിജി. എന്തേ ഇങ്ങനെ ആഗ്രഹം വരുന്നു? ജീവിതത്തിൽ ഒരിക്കൽ പോലും പരേച്ഛയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിട്ടില്ല. സ്വേച്ഛയിൽ ജീവിക്കുന്നത് ജനാധിപത്യത്തിൽ സ്വേച്ഛാധിപതികളാണ്. ജനാധിപത്യത്തിൻ്റെ സ്വഭാവമല്ലത്. ജനാധിപത്യമെന്ന പേരിൽ ഇരുന്ന കസേരയിൽ നിന്ന് 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഇറങ്ങില്ല എന്ന് വാശി പിടിക്കുന്നവർ, എന്നെ നിങ്ങൾ നിർബന്ധിക്കൂ എന്ന് പറയുന്നവർ, സ്വയം നിർബന്ധിച്ച് കയറിയിരിക്കുന്നവർ ഒക്കെ അടങ്ങുന്നതാണ് ഈ ലോകം. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സാമൂഹ്യമായ കാരണത്താൽ, അതിൻ്റെ സ്വാധീനത്താൽ ഒരു മനസ്സിനെ അല്ലെങ്കിൽ ഒരു ശരീരത്തെ നിശബ്ദമാക്കുമ്പോൾ, നിശബ്ദമാകണമെന്ന് വിചാരിച്ചിട്ട് നിശബ്ദമാക്കുമ്പോൾ അത് വാചാലമാകുന്നത് സാമൂഹ്യമായ ദുരന്തമായി മാറാം എന്ന് പറയുന്നൊരു അറിവ്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമുക്ക് ഈ വഴിയെ ചിന്തിക്കുമ്പോൾ ആഗ്രഹങ്ങളാണ് ഇതിനെല്ലാം കാരണമായി നാം കണ്ടത്. അതെ സ്വാമിജി. അതും യഥായോഗ്യമല്ലാത്ത ആഗ്രഹങ്ങൾ. അതെ. ഒരാഗ്രഹത്തിൻ്റെ പുറപ്പാടിൽ വെച്ച് എന്തിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നോക്കണം. പഴയ മര്യാദകളിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ആകാത്ത കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ, രാപകൽ തൻ്റെ കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി പണിയെടുക്കുന്ന കുടുംബിനിയുടെ ആഗ്രഹങ്ങൾ, വീട്ടിൽ പ്രായമായി നിൽക്കുന്ന അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ, ഇവയ്ക്കാണ് പരമപ്രാധാന്യം കൊടുത്തിരുന്നത്. ഇവ പരിമിതങ്ങളാണ്. ഇവ പലപ്പോഴും നിഷ്കളങ്കങ്ങളാണ്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ടായിരിക്കണം ഈ
തീരെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാത്ത, ആശയവിനിമയം നടത്താൻ സാധിക്കാത്ത പശുക്കളൊക്കെ പ്രിയപ്പെട്ടവരായി മാറുകയൊക്കെ ചെയ്തത്. മിണ്ടാപ്രാണികളുടെ ആഗ്രഹം. അതെ അതെ അതെ. പുറത്തുപോയി വരുന്ന ഒരച്ഛൻ ആദ്യം അമ്മയോടും കുഞ്ഞുങ്ങളോടും ചോദിക്കുക, പശുവിന് വെള്ളം കൊടുത്തോ, അതെ തീർച്ചയായും. തീറ്റ കൊടുത്തോ, ചാണകം വാരിയോ? അതിന് തന്നെത്താൻ ചാണകം വാരി കളഞ്ഞ് കിടക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? കെട്ടിയിട്ടിരിക്കുന്ന അതിന് തന്നെ തിന്നാനാവില്ലെന്നറിയില്ലേ? അതെവിടെ പോയി വെള്ളം കുടിക്കും? നിനക്ക് ഞാനിന്ന് വെള്ളം തരാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാലമാഭിനി ചിലപ്പോൾ പശുവിൻ്റെ ദാഹ വിശപ്പിനെ കേന്ദ്രീകരിച്ചാണ് ഒക്കെ ആയിരിക്കും. വ്യാവസായിക പ്രാധാന്യത്തിലല്ല മിണ്ടാപ്രാണികളോട് നമ്മൾ പെരുമാറിയത്, എല്ലാ മിണ്ടാപ്രാണികളോടും. അപ്പോ അവയുടെ ആഹാര നീഹാരാദികൾ, കുട്ടികൾ, സ്വന്തമായി ജോലി ആകാത്ത, സ്വന്തമായൊരു പൈസ ഇല്ലാത്ത, ആവശ്യ ഉൽപ്രേരിതമായ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ, നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രായമായി കാമവികാരങ്ങളൊക്കെ അറ്റു, ഇനി ഈ ശരീരത്തെ എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം, അതുവരെ വേണ്ടുന്ന ആഹാരം വേണം, വസ്ത്രം വേണം, ഒന്ന് കിടന്നുറങ്ങണം. ഉപദ്രവകരമല്ലാത്ത ആ പ്രായം ചെന്നവരുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളിൽ തൻ്റെ ഇച്ഛയെ, സ്വേച്ഛയെ മാറ്റിവെച്ച പരേച്ഛയിലേക്ക് ഉയർന്ന് ആ പരേച്ഛയിൽ പ്രവർത്തിച്ച് ശീലിച്ച് താൻ പ്രായമെത്തുമ്പോഴേക്ക് ആഗ്രഹങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക് മാറി ആനന്ദം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു പരിശീലനമുള്ള ഗാർഹസ്ഥ്യം. പ്രായമെത്തുമ്പോൾ അന്യർക്ക് വഴിമാറിക്കൊടുത്ത്, കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടു, ചെറുപ്പക്കാരും എഴുതിയിരിക്കുന്നത്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാലാണ് നമ്മൾ ചെറുപ്പക്കാർക്ക് ജനാധിപത്യത്തിൽ ഒന്ന് മത്സരിക്കാൻ അവസരം കിട്ടുക. അതായത് വൃദ്ധന്മാർ പെട്ടെന്ന് മണ്ണടിഞ്ഞു പോയാലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇവരെ കൊണ്ടുപോയി വല്ല രോഗത്തിനും അഡ്മിറ്റ് ചെയ്താൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇവൻ ചത്തുപോവുകയോ ബോധമില്ലാതാകുകയോ ചെയ്യും. അപ്പോഴേ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. കാരണം ഈ കിളവന്മാരൊന്നും കസേരയിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന്. 80, 70, 90 ആയിട്ടും കിടന്ന് പരസ്പരം പുലഭ്യം പറഞ്ഞ് മത്സരിക്കുകയാണെന്ന്. അതെ സ്വാമിജി, സ്വന്തം അണികളുടേതാണ് ശബ്ദം. ഒരു മേഖലയിൽ നിന്ന് കേട്ടുള്ളൂ എന്ന് തോന്നുന്നു, എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് സംഭവം എന്ന് തോന്നുന്നു. തീർച്ചയായും സ്വാമിജി. എന്തേ ഇങ്ങനെ ആഗ്രഹം വരുന്നു? ജീവിതത്തിൽ ഒരിക്കൽ പോലും പരേച്ഛയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചിട്ടില്ല. സ്വേച്ഛയിൽ ജീവിക്കുന്നത് ജനാധിപത്യത്തിൽ സ്വേച്ഛാധിപതികളാണ്. ജനാധിപത്യത്തിൻ്റെ സ്വഭാവമല്ലത്. ജനാധിപത്യമെന്ന പേരിൽ ഇരുന്ന കസേരയിൽ നിന്ന് 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഇറങ്ങില്ല എന്ന് വാശി പിടിക്കുന്നവർ, എന്നെ നിങ്ങൾ നിർബന്ധിക്കൂ എന്ന് പറയുന്നവർ, സ്വയം നിർബന്ധിച്ച് കയറിയിരിക്കുന്നവർ ഒക്കെ അടങ്ങുന്നതാണ് ഈ ലോകം. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ
കണ്ണിൻ്റെ മിഴി പൊളിച്ച് നോക്കിയാൽ മാത്രം കാണാവുന്ന വാർദ്ധക്യമെത്തിയ കടൽ കിഴവന്മാരെ തന്നെ കാണാം. അതെ സ്വാമിജി. പുറകിൽ നിന്ന് ഉപദേശം കൊടുക്കുകയും ചെറുപ്പക്കാർക്ക് ആശയും ആവേശവും പകരുകയും വാർദ്ധക്യത്തെയെങ്കിലും ആഗ്രഹമില്ലാതൊന്ന് ജീവിച്ചു തീർക്കുകയും ചെയ്യുവാൻ എന്നാണിനി ഇവർക്കൊക്കെ കഴിയുക. ശരിയല്ല? ശരിയാണ് സ്വാമിജി. അപ്പോൾ ആഗ്രഹത്തിൽ പരമപ്രാധാന്യം കൊടുക്കുന്നത് നിഷ്കളങ്കമായ ആഗ്രഹം വാർദ്ധക്യത്തിലുള്ളവരുടെയാണ്. അത് അധികാരത്തിന് വേണ്ടിയല്ല, വഴക്കിന് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാണ്. അത് തെരഞ്ഞെടുത്ത് അംഗീകരിച്ചു കൊടുക്കുക ചെറുപ്പക്കാർ. അതാണ് പഴയ കുടുംബങ്ങളിലോ കാണുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മനസ്സിലായി സ്വാമിജി. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ, കുടുംബിനികളായ അമ്മമാർ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഇരിക്കുന്നവരുടെ ആഗ്രഹം അറിയാൻ മക്കൾക്കും ഭർത്താവിനുമൊക്കെ വല്ലാത്തൊരു ആവേശമാണ്. ആഹാരം ഉണ്ടാക്കി കൊടുക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല, രുചിച്ചു നോക്കാറില്ല. പണിയെടുക്കലേ ഉള്ളൂ, പണിയിപ്പിക്കലില്ല. കണ്ടിട്ടുണ്ട് സ്വാമിജി. അവിടെ ആഗ്രഹങ്ങൾ പരിമിതമാണ്. അപ്പൊ ആഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വേച്ഛാപരങ്ങളെന്നും പരേച്ഛാപരങ്ങളെന്നും അനിച്ഛാപരങ്ങളെന്നും 3 തരത്തിലുണ്ട്. മനസ്സിലായി സ്വാമിജി. ആഗ്രഹങ്ങളെ അനിച്ഛാപൂർവകങ്ങളായ തലങ്ങളിലേക്ക് ഉയർത്തിയ ഉത്തമ അധികാരികളുണ്ട്, ഉത്തമന്മാർ. പരേച്ഛയിൽ ചേർന്നു നിന്ന് വികസിച്ച മധ്യമന്മാരുണ്ട്. സ്വേച്ഛയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മത്സരിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന അധമന്മാരുണ്ട്. അപ്പൊ ആഗ്രഹങ്ങളുടെ ഒരു തലം എങ്ങനെയായിരുന്നാൽ യഥാവിധിയാവും. ആഗ്രഹമില്ലായ്മ സർവതോഭദ്രമാണ്, ഉത്തമമാണ്. അനിച്ഛ. മനസ്സിലായി. മനസ്സ് വികസിച്ച് അന്യന്റെ ആഗ്രഹങ്ങളെ കാണാൻ കഴിയുന്ന ഭാഗത്തിലേക്ക് സാക്ഷിയായി വികസിക്കുന്നത് മധ്യമമാണ്. സ്വാർത്ഥമോഹങ്ങളിൽ കുടുങ്ങി അന്യരുടെ ആഗ്രഹങ്ങളും മറ്റുള്ളവയും തിരിച്ചറിയാനാവാതെ സ്വന്തം ആഗ്രഹത്തിനു വേണ്ടി ഏത് ഹിംസയും ചെയ്യാൻ പാകത്തിലേക്ക് വികസിക്കുന്നത് അധമമാണ്, അത് ആതുരമാണ്. വ്യാധി അവിടെയുണ്ട്. ആഗ്രഹത്തെ ഇങ്ങനെ 3ആയി തിരിക്കാം. മനസ്സിലായി സ്വാമിജി. ലോകത്ത് ആരെ എടുക്കുമ്പോഴും ഈ മൂന്ന് വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളായും ഇവ 3 കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരായും. ചില കാലങ്ങളിൽ നമ്മൾ സ്വാർത്ഥമോഹികളാണ്. ഒന്നായിട്ട് ജനിക്കണമെന്നില്ല, ഇല്ല. പക്ഷെ ചില കാലങ്ങളിൽ നമുക്ക് ഈ അറിവ് കിട്ടുമ്പോൾ നമ്മൾ പരാർത്ഥത്തിനായി ജീവിക്കുന്നവരായി മാറും. കുറെ കഴിഞ്ഞ് നമുക്ക് ആ ആഗ്രഹവും അറ്റുപോകുന്ന അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് ഒരാളിൽ തന്നെ ഇത് 3 ചിലപ്പോൾ കാണാം. ഇതേറിയും കുറഞ്ഞും എല്ലാവരിലും കാണാം. ഈ 3-ൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യരും കാണും. ഇതൊക്കെ ലോകത്തുണ്ട്. ആഗ്രഹങ്ങളെ ലോകത്ത് 3ആയി തിരിക്കാം. ഇതല്ലാതെയും അവയെ ഏഷണാത്രയങ്ങളെന്നാണ് പ്രാചീനർ പറയുക. ലോകേഷണ, ദാരേഷണ,
വിത്തേഷണ. ദാരേഷണയെ പുത്രേഷണ എന്നും പറയാം. ഒന്നാണ് വിത്തേഷണ, മണി ഓർ കൈൻഡ്. വൈശ്യ സംസ്കൃതിയുടെ വികാസ പരിണാമങ്ങളിൽ വിത്തത്തിന് അധികം പ്രാധാന്യമുണ്ട്. വിത്തത്തെ ആസ്പദമാക്കി ഒരു ലോകരചന ആധുനികർ ആഗ്രഹിക്കുന്നുണ്ട്. ജനാധിപത്യം വരുന്നതിന് മുമ്പ് ഏറ്റവും നിന്ദ്യമായ രാജാധിപത്യത്തിൻ്റെ കാലങ്ങളിൽ സ്ഥലമിട്ടിട്ടോടുകയായിരുന്നു ആളുകൾ. അതെ സ്വാമിജി, ഇതെല്ലാം നോക്കി നടത്താൻ ആളല്ല. അന്ന് ശിക്ഷയായിരുന്നു നിങ്ങൾക്ക് പട്ടയം തരിക എന്ന് പറഞ്ഞാൽ. പറയൂ സ്വാമിജി. വില്ലേജ് ഓഫീസറോ തഹസീൽദാരോ അന്ന് നിങ്ങൾക്ക് പേരിൽ സ്ഥലം കൂട്ടി എഴുതി വെച്ചാൽ അത് വലിയൊരു ശിക്ഷയാണ്. പാർവത്യകാർ, അധികാരി, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും ഓരോ സ്ഥാനങ്ങൾ. അവർ നിങ്ങളുടെ പേരിൽ കൂട്ടി വയ്ക്കും സ്ഥലം. കരമടയ്ക്കാൻ പണമില്ല കയ്യിൽ, ശിക്ഷയുണ്ട് നിങ്ങൾക്ക്. പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിരുന്നത്. അങ്ങനൊരു കേരളം ഇനി തിരിച്ചു വരും തോന്നില്ല സ്വാമിജി. ഈ ഭൂമാഫിയയും മറ്റുള്ളതുമൊക്കെ അടങ്ങാൻ സ്വപ്നം കാണാനാകാത്ത കരം മതി. ശരിയാണ് സ്വാമിജി. ഇപ്പോഴുണ്ടെങ്കിലും ഖജനാവിൽ ഈ ഭൂമിയുടെ ജീവൻ കളയാതിരിക്കാൻ ഏറ്റവും എളുപ്പം അതിലൊരു കച്ചവടം നടത്തുന്നവൻ 100 രൂപയുടെ കച്ചവടം നടത്തിയാൽ 1000 രൂപ അവിടെ അടയ്ക്കണം തീരുമാനിച്ചാൽ മതി. ഭൂമി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. അതെ, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. കേട്ടിട്ടുണ്ടോ? ഇപ്പോഴാണ് കേൾക്കുന്നത്. ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ചില ആൾക്കൊക്കെ അറിയാത്ത ഭൂമി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ രഹസ്യം അല്ലേ? അവർക്ക് ഓടിയതാണ്. ഇന്ന് വലിയ ചില മതങ്ങളുടെ മലകളും മറ്റും മുമ്പ് അങ്ങനെ ചിലരുടെ പേരിൽ ചുമ്മാ എഴുതി വെച്ചതാണ്. കാരണം ശിക്ഷയാണത്. ഇപ്പം അതിൻ്റെയൊക്കെ കണക്കോ പേരോ പറഞ്ഞാൽ നാളെ അവിടെ വർഗീയ കലാപങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇനി നമ്മളതിന് വിത്തരണ്ട. അതെ സ്വാമിജി, അറിയാതെ വായാൽ വരാൻ തുടങ്ങിയതാ. പക്ഷെ പിന്നെ ആലോചിച്ചത് ഇന്നതിൻ്റെ ഇംപ്ലിക്കേഷൻ അന്നത്തെ അല്ല. ഇന്ന് വസ്തുവിൻ്റെ വിലയാണ് വരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് ശിക്ഷാർഹമായി എഴുതിയിട്ട പട്ടയങ്ങൾ പലതും സൂക്ഷിക്കാത്തവർ വല്ലാർപ്പാടം ടെർമിനൽ വന്നപ്പോൾ പഴയ ആധാരം തപ്പി നടക്കുക, കൊണ്ടുകൊടുത്ത ചില്ലറ കിട്ടും. എൻ്റെ അപ്പൂപ്പൻ അവിടെ സ്ഥലമുണ്ടായിരുന്നു. എവിടെയാണെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല, എലികെ അറിയില്ല. പണ്ടൊരു റെക്കോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ തപ്പി നടക്കുന്നവരെ എറണാകുളത്ത് തപ്പിയാൽ കാണാം, എറണാകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തപ്പിയാൽ കാണാം. ഏഴിമലയുടെ തങ്ങയ്ക്ക് അറിയാം. തീർച്ചയായും പഴയ പട്ടയമൊക്കെ തപ്പി 2-3 തവണ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കുന്ന പ്രക്രിയ കേട്ടിട്ടുണ്ടാവും. അന്നത് ശിക്ഷയായി എഴുതിയിട്ടുള്ളതാ പലതും. ഭൂമി ഒരുത്തന്റെ പേരിൽ ശിക്ഷയുടെ പേരിൽ എഴുതി വെക്കുക എന്നത് പുതിയ കാലത്തിന്റെ ഒരു അറിവാണ്. പുതിയ കാലത്തിന്റെ ഒരു അറിവാണ്. ഇന്നോ
ഇന്ന് ആ ഭൂമി പണത്തിൻ്റെതാണ്. മരങ്ങൾ, പഴങ്ങൾ, തൊണ്ട്, ചിരട്ട, കിഴങ്ങുകൾ, കല്ല്, മണ്ണ് എല്ലാം ധനമാണ്. ധനത്തിലുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ധനമായത്. അല്ലെങ്കിൽ ഇതൊന്നും ധനമല്ല. ആഗ്രഹമുള്ളവൻ അപ്പുറത്ത് നിൽപ്പില്ലെങ്കിൽ ഇതൊന്നും പണമാവില്ല. ആഗ്രഹമല്ലാതെ ഇതിന് ഉപഭോഗവുമില്ല. പണ്ട് ഭൂമി, അതിൽ ചെടി വയ്ക്കുന്നവന്, അതിൽ കിഴങ്ങുകൾ വിളയിപ്പിക്കുന്നവന്, അതിൽ നെല്ല് വിളയിപ്പിക്കുന്നവനൊക്കെയാണ് ഏൽപ്പിച്ചു കൊടുത്തതെങ്കിൽ ഇന്ന് ഭൂമി ഒരു സ്വപ്ന സങ്കല്പമാണ്. പല ഭൂമിയും കേരളത്തിൽ ഉൾപ്പെടെ വെറുതെ കിടക്കുക. ആഗ്രഹത്തിൻ്റെ പുറത്ത്. അവയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുവൻ പണം കൊടുക്കുന്നു. അടുത്ത ദിവസം വേറൊരുവൻ ആഗ്രഹിക്കുമ്പോൾ ഇതിനേക്കാൾ വില പറയുന്നു. പണം ഇങ്ങോട്ട് കൊടുക്കുന്നു, അവൻ മേടിക്കുന്നു. വിചിത്രമായൊരു സത്യം, ഇതിൽ പലതും ഇല്ലാത്ത ഭൂമിയാണോ സ്വാമിജി? ഇല്ലാത്ത ഭൂമിയാണ്. സ്വാമിജി പറയാൻ ഭാവിക്കും എനിക്ക് അങ്ങനെ പേടി. സത്യമാണല്ലേ? അതെ. നമ്മൾ മുമ്പൊരിക്കൽ വർച്വസ് വേൾഡിനെ പറ്റി പറഞ്ഞിരുന്നു സ്വാമിജി. അതുപോലെയാണെന്ന് ഭൂമാഫിയകൾ കളിക്കുന്നത്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ദുബായിലും ഖത്തറിലും ഡൽഹിയിലും ഒക്കെ ഇരിക്കുന്നവനോട് ഇൻ്റർനെറ്റിലൂടെ സംസാരിച്ച് ആ സ്ഥലത്തിൻ്റെ ത്രിമാന മാതൃകകൾ കാണിച്ച് റെക്കോർഡുകളിൽ അവനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ടെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ ഭക്ത വൃന്ദത്തിൽ ഒരുത്തനോട് കണ്ണടച്ചു പിടിച്ച് ഇന്നിടത്തൊരു സ്ഥലമുണ്ട്, അത് നിന്റെ ആയുസ്സും നിന്റെ അർത്ഥവും നിന്റെ കുട്ടികളുടെ നന്മയും വളരുന്നതാണ്, അതിൻ്റെ വാല്യൂ വേറെ ഒന്നിനുമില്ല, 1 സെന്റിന് 1 കോടി രൂപ കൊടുത്ത് നീ വസൂലാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഭക്തൻ ഓടുക അത് വസൂലാക്കാൻ. അവൻ്റെ പേരിൽ എഴുതി കൊടുക്കുവാൻ ഒരു റെക്കോർഡ് താൽക്കാലികമായി ഉണ്ടാക്കി ആധാരം ചെയ്താൽ ഇത്രയും രൂപയ്ക്ക് ആധാര ചെലവ് വേണം, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം. ഇതൊന്നും വേണ്ട, നമ്മൾ തമ്മിലുള്ളൊരിത് മതി എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ വാക്കിൽ വിശ്വസിച്ച് ആ കച്ചവടം നടന്നു. കാശുവോടെ അടച്ചു. 50 ശതമാനം എനിക്കും കിട്ടി. സ്വാമി സ്ഥലവുമില്ല, ഇടപാടുമില്ല, ഒന്നുമില്ല. അതേപോലെ അതേ സ്ഥലം തന്നെ കാണിച്ച് വേറെ 5 ഭക്തന്മാരോട് വാങ്ങിക്കാം. ഇതൊക്കെ ധനത്തോടുള്ള ഏഷണ, വിത്തത്തോടുള്ള ഏഷണ, വിത്ത ഏഷണ. അതെല്ലാത്തിനെയും അതിക്രമിച്ചു വളർന്നിരിക്കുന്നു. അമേരിക്കൻ മോഡൽ ലേലം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അമ്പലത്തിലൊക്കെ ആടിനെയും കോഴിയെയും മാങ്ങയും ഒക്കെ ലേലം ചെയ്യും, ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നത്. പഴയ കാലത്ത് ഒരു മാങ്ങയോ ചക്കയോ ആടിനെയോ ലേലം ചെയ്താൽ അതിൻ്റെ വില ഒരുത്തൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? ലേലത്തിന് ഏറെക്കുറെ അതിൻ്റെ വിലയുടെ അടുത്ത ഒരു തുക, 50 രൂപ വിലയുള്ള ഒരു സാധനത്തെ അവിടെ ലേലത്തിന് വെക്കുന്നതെങ്കിൽ 50 രൂപ ഒരു തരം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുത്തൻ കയറി 55 പറയും. ഒരു കുസൃതിക്ക് എത്ര ആവേശം വന്നാലും ഒരു 20-25 രൂപ അതിൻ്റെ വിലയേക്കാൾ കൂടുതലായി കൊടുത്ത് ചിലപ്പം മേടിച്ചുകൊണ്ട് പോകും. ആ ആവേശത്തിന് അതിൽ കൂടുതൽ വിളിക്കുകയില്ലാരും.
മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി. ഇപ്പം അങ്ങനെയല്ല പണി. ഒരാടിന് 10 പൈസയിൽ നിന്ന് വിളി തുടങ്ങാം. 10 പൈസ. അപ്പോൾ ഉടനെ ഒരാൾ 5 രൂപ പറഞ്ഞു, 4 രൂപ 90 പൈസ അയാളവിടെ കൊടുക്കണം. ആടയുടെ സ്വന്തമായിട്ടില്ല, കാശ് അന്നേരെ കൊടുത്തു കഴിഞ്ഞു. ഇനി 5 രൂപയിൽ നിന്ന് 10 രൂപയായിട്ട് ഒരുത്തം വിളിച്ചാൽ അവൻ 5 രൂപ കൊടുക്കണം. അവൻ്റെ ആവൂല ഈ 5 രൂപ കൊടുത്തതുകൊണ്ട്. മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി. അവസാനം ഇത് 50,000 രൂപ വിലയ്ക്ക് പിടിക്കുന്നവൻ 49,990 രൂപയോടൊപ്പം 10 രൂപ കൊടുത്ത് അവസാനത്തെ വിളി അവനാണ് വിളിച്ചതെങ്കിൽ 10 രൂപയ്ക്ക് അത് മേടിച്ച് ഇതിനകത്ത് ഇടയ്ക്ക് വിളിച്ച് പണം കൊടുത്തവൻ്റെ മുമ്പിലൂടെ കൊണ്ടുപോകണം. ഇതാണ് നിങ്ങളുടെ ഷെയർ മാർക്കറ്റ്.